മാനേജർ വിപിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെ തന്നെ മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നുമാണ് വിപിന്റെ പരാതി. വിപിൻ അങ്ങേയറ്റം അപകടകാരിയാണെന്നും ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നുണയാണെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറായി ജോലി ചെയ്തു വരികയാണ് വിപിൻ. ഈ കാലയളവിലെല്ലാം ഉണ്ണി മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തെന്നാണ് വിപിന്റെ ആരോപണം. ടോവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് വിപിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഉണ്ണിയെ ചൊടിപ്പിച്ചെന്നാണ് വിപിൻ പറയുന്നത്. ഉണ്ണി മുകുന്ദൻ മാനേജർ പദവിയിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ താമസസ്ഥലത്തെത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞുടച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിപിൻ പറയുന്നു. ഉണ്ണിയുടെ മാനേജറായ സമയത്ത് ഞാൻ ഒരുപാട് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്. ഞാൻ ഫെക്ടയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. വിപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദനെ പ്രതിയാക്കി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തതിന് പിന്നാലെ നടൻ എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. പിന്നാലെ ഫേസ്ബുക്കിൽ വിശദമായ പോസ്റ്റും ഇട്ടു. വിപിൻ തന്റെ പേഴ്സണൽ മാനേജർ ആയിരുന്നില്ല. വിപിൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നുണയെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഒരു നടിയോട് ഉണ്ണി മുകുന്ദനെ വിവാഹം കഴിക്കണമെന്ന് വിപിൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായെന്നും നടൻ FBയിൽ കുറിച്ചു. സംഭവസ്ഥലത്ത് CCTV ഉൾപ്പെടെയുണ്ട്, അവ പരിശോധിക്കാം. വിപിനെ താൻ ഒരിക്കലും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് ഉണ്ണിയുടെ വാദം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.